കരിപ്പൂർ വിമാനത്താവളത്തിന് പുത്തൻ പ്രതീക്ഷകൾ നൽകി വിമാനത്താവളം അധികൃതരുടെ സുരക്ഷാ റിപ്പോർട്ട്. കരിപ്പൂരിൽ നിന്നും ഇടത്തരം വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള വിമാനത്താവളം അധികൃതരുടെ റിപ്പോർട്ട് ഡൽഹിയിലെ എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറി. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് അധികൃതരുടെ സുരക്ഷാ വിലയിരുത്തൽ റിപ്പോർട്ടിലൂടെ പുത്തൻ പ്രതീക്ഷകളാണ് കൈവരുന്നത്. ഇടത്തരം വിമാനങ്ങളുടെ സർവീസിന് പൂർണ്ണമായും കരിപ്പൂർ എയർപോർട്ട് സന്നദ്ധമാണെന്ന റിപ്പോർട്ടാണ് ഡൽഹിയിലെ എയർപോർട്ട് അതോറിറ്റിക്ക് കോഴിക്കോട് വിമാനത്താവളം അധികൃതർ കൈമാറിയിട്ടുള്ളത്. DGCAയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ച് യോഗം ചേർന്നിരുന്നു. തുടർന്ന് തയ്യാറാക്കിയതാണ് വിശദമായ പരിശോധനാ റിപ്പോർട്ട്. ഈ മാസം തന്നെ ഏപ്രിൽ അവസാനത്തോടുകൂടി തന്നെ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്കുള്ള അനുമതി കിട്ടും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുള്ളത്. പിന്നെയും എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കള്ളനുണ്ട്, വെറുതെ അട്ടിമറിക്കുക എന്ന് തന്നെ കരുതണം. പക്ഷേ DGCAയിൽ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ്, ശരിയായ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. അനുമതി കിട്ടിയ ഉടനെ തന്നെ ജിദ്ദ കരിപ്പൂർ ജിദ്ദ, അതുപോലെ ജിദ്ദ കരിപ്പൂർ റിയാദ് സർവീസാണ് സൗദി എയർലൈനായിരിക്കും ഏറ്റവും ആദ്യം തുടങ്ങും. അതിനുശേഷം എമിറേറ്റ്സ്, എയർ ഇന്ത്യയൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇതിനു മുൻപും സുരക്ഷാ വിലയിരുത്തൽ സാധ്യത പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും DGCA വീണ്ടും വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് സൗദി എയർലൈൻസ് മാത്രമാണ് പങ്കെടുത്തത്. ഇവർ കോഴിക്കോട് നിലവിലുള്ള സൗകര്യങ്ങളിൽ സർവീസ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 15-ന് റിസ നവീകരണം പൂർത്തിയാകുന്നതോടെ ഇടത്തരം വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ സർവീസിനെത്തിയേക്കും. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.